ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വിഷ്വലൈസേഷൻ ടെക്നീക്കിനെ കുറിച്ചാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് വിഷ്വലൈസേഷനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ടെക്നീക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തിനേയും ആകർഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ എപ്പോഴും കൈയെത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ദൂരത്താണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിയാതെ തളർന്നുപോയ നിമിഷങ്ങൾ ഓർക്കുന്നുണ്ടോ? സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മാജിക് ബട്ടൺ ഉണ്ട്. അതെ, നിങ്ങളുടെ പുറം ലോകത്തെ മാറ്റാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വഴിയുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു മോട്ടിവേഷനെ കുറിച്ചല്ല, മറിച്ച് ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച സിൽവ മെത്തേഡിനെ കുറിച്ചാണ്. അതിലൂടെ സൂപ്പർ താരങ്ങൾ പോലും അവരുടെ വലിയ സ്വപ്നങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ഒരു പവർഫുൾ ടൂൾ ആക്കി മാറ്റാമെന്ന് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കും. അതുകൊണ്ട് ഒരൊറ്റ സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ കാണണേ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? നമ്മൾ സ്കൂളിൽ കണക്ക് പഠിച്ചു, സയൻസ് പഠിച്ചു, പക്ഷെ ആരും നമ്മളെ പഠിപ്പിക്കാത്ത ഒരു കാര്യമുണ്ട്: നമ്മുടെ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. നമ്മളിൽ ഭൂരിഭാഗം പേരും നമ്മുടെ മനസ്സിൻ്റെ വെറും 10% പോലും ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. ബാക്കിയുള്ള 90% ശക്തിയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഈ ടെക്നിക്ക് പഠിക്കുന്നത് വഴി നിങ്ങൾ വെറുതെ ഭാഗ്യത്തിനായി കാത്തിരിക്കുകയല്ല ചെയ്യുന്നത്, പകരം നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ തന്നെ നിർമ്മിക്കുകയാണ്. ഇത് നിങ്ങളുടെ കരിയറിൽ മാത്രമല്ല, ആരോഗ്യത്തിലും റിലേഷൻഷിപ്പിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും പുഞ്ചിരിയോടെ നേരിടാൻ കഴിയുന്ന ആ ആത്മവിശ്വാസം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അത് സാധ്യമാണ്. നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം. നമ്മളെപ്പോഴും സ്ട്രെസ്സിലും പേടിയിലും ഒക്കെ ഇരുന്നാൽ നമ്മുടെ ലൈഫിൽ അത്തരം നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ. നിങ്ങൾ എപ്പോഴും ഡൗട്ട് അടിച്ചിരുന്നാൽ നിങ്ങളുടെ മൈൻഡ് ആ ഡൗട്ടിനെയാണ് റിയാലിറ്റി ആക്കുന്നത്. ഇവിടെയാണ് സിൽവ മെത്തേഡിന്റെ ആദ്യത്തെ മാജിക് നടക്കുന്നത്. വെറുതെ ചിന്തിച്ചാൽ മാത്രം പോരാ, ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്ന ആ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവണം. നിങ്ങളൊരു വലിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലി കിട്ടാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു പ്രൗഡ് മൊമെന്റ്, അത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബോഡിയിൽ ഫീൽ ചെയ്യണം. ആ ഒരു ഫീലിങ്സിൽ നിങ്ങൾ ഹൈപ്പർ ഫോക്കസ്ഡ് ആവുക. അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ആഴത്തിൽ, അതായത് എക്സ്ട്രീം ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ, അതാണ് ഹൈപ്പർ ഫോക്കസ്ഡ് എന്ന് പറയുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ ചുറ്റുമുള്ളതൊന്നും അറിയാത്ത അവസ്ഥ. നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു സിനിമ കാണുകയോ അല്ലെങ്കിൽ ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കാം. പുറത്ത് ആരെങ്കിലും വിളിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വിശക്കുന്നതോ ദാഹിക്കുന്നതോ പോലും അറിയാത്ത അത്രയും ആഴ്ന്നിറങ്ങുന്ന അവസ്ഥയാണിത്. അപ്പോൾ നിങ്ങൾ പഴയ പരാജയങ്ങളെക്കുറിച്ചോ ഫിയറിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കില്ല, പകരം പുതിയ വൈബ്രേഷനിൽ നിങ്ങളുടെ മനസ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം ഇതിനകം നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ പോലും ആ ഒരു പുതിയ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ ഫീലിംഗ് എന്ന് പറയുന്നത്. ഇത് വെറുതെ ചിന്തിക്കലല്ല, ഇത് ആ വികാരത്തിൽ ജീവിക്കലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫീലിങ്സിന്റെ പവറിനെ കുറിച്ചാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മുടെ തലച്ചോറ് പല സ്പീഡുകളിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് ബീറ്റ സ്റ്റേറ്റിലാണ്. ഇവിടെ ഒത്തിരി ബഹളങ്ങളും ടെൻഷൻസും ഒക്കെ ഉണ്ടാകും അല്ലേ? ഇവിടെ ഇരുന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് വേണ്ടത് ആൽഫ സ്റ്റേറ്റ് ആണ്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു നിമിഷം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഉള്ള ആ ശാന്തമായ അവസ്ഥ. ആ സമയത്ത് നിങ്ങളുടെ തലച്ചോറിലെ തരംഗങ്ങൾ സാവധാനത്തിലായിരിക്കും. അതായത് യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ആൽഫ സ്റ്റേറ്റിലേക്ക് മാറണം. ഈ ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 7 മുതൽ 14 ഹെർട്സ് വരെയുള്ള റിലാക്സ്ഡ് ആയ അവസ്ഥയാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള വാതിലാണ് ഇവിടെ.
മെഡിറ്റേഷൻ വഴിയോ അല്ലെങ്കിൽ ശരിയായ റിലാക്സേഷൻ വഴിയോ ഈ സ്റ്റേറ്റിലെത്തിയാൽ നമുക്ക് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എല്ലാം മാറ്റി മനസ്സിനെ സക്സസിന് വേണ്ടി പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഇനി ഒരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്ന പോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ അവസ്ഥയിലേക്ക് മനസ്സിനെ മാറ്റാൻ സാധിച്ചാലോ? അവിടെയാണ് യഥാർത്ഥ മാറ്റങ്ങൾ തുടങ്ങുന്നത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതികളെ മറികടക്കാനും വിജയത്തിനായി മനസ്സിനെ പ്രോഗ്രാം ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് സിൽവ മെത്തേഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. അതാണ് മെന്റൽ സ്ക്രീൻ. ഇതൊരു പ്രാക്ടീസ് ആണ് കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ ഏകദേശം 6 അടി അകലെയായി ഒരു വലിയ സിനിമ സ്ക്രീൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇതൊരു വെറും സ്ക്രീൻ അല്ല, നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നിർമ്മിക്കുന്ന ഒരു തിയേറ്ററാണ്. സാധാരണ നോക്കുന്നതിനേക്കാൾ ഒരു 20 ഡിഗ്രി ഉയരത്തിൽ ഈ സ്ക്രീനെ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഈ ചെറിയ ഒരു മാറ്റം നിങ്ങളുടെ മനസ്സിനെ ആഴത്തിലുള്ള ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് 20 ഡിഗ്രി മുകളിലേക്ക് നോക്കുന്നത് എന്നുകൂടി പറയാം. നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോഴോ എന്തെങ്കിലും ഓർത്തെടുക്കുമ്പോഴോ സ്വാഭാവികമായി നമ്മുടെ കണ്ണുകൾ മുകളിലേക്ക് പതിയെ പോകാറില്ലേ? ഇത് നമ്മുടെ ബ്രെയിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ പൊസിഷനാണ്. കണ്ണടച്ച് മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ണിന് ചെറിയ വേദന തോന്നുന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ നോക്കിയാൽ മതി, അത് പതിയെ പതിയെ ശരിയായിക്കോളും. ഈ സ്ക്രീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സങ്കല്പങ്ങളുടെ ക്യാൻവാസ് ആണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്രത്തോളം വ്യക്തമായി ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ ബോധ മനസ്സത് ഏറ്റെടുക്കും. നിങ്ങൾ അവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ സംവിധായകനാവുകയാണ്. ആ സീനിലെ ശബ്ദങ്ങൾ കേൾക്കുക, നിറങ്ങൾ കാണുക, അവിടുത്തെ മണം പോലും അനുഭവിക്കാൻ ശ്രമിക്കുക. എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോട് നിങ്ങൾ അവിടെ കാണുന്നുവോ അത്രയും വേഗത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാന്തം പോലെ ആകർഷിക്കും. ഇത് നമുക്ക് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. പലർക്കും വിഷ്വലൈസേഷൻ ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. കാരണം നമ്മൾ എപ്പോഴും പുറമേയുള്ള സ്ക്രീനുകളിൽ നോക്കി ശീലിച്ചവരാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ TV, മൊബൈൽ, അങ്ങനെ. ഉള്ളിലെ സ്ക്രീൻ വർക്ക് ചെയ്യിപ്പിക്കാൻ അല്പം പ്രാക്ടീസ് ആവശ്യമാണ്. ആദ്യം ലളിതമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളുടെ മെന്റൽ സ്ക്രീനിൽ ഒരു ആപ്പിൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ ചുവപ്പ് നിറം, തൊലിയിലെ മിനുസം, അതിൻ്റെ ഭാരം എന്നിവ അനുഭവിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു കടൽ തീരം സങ്കല്പിക്കാം. ഇതൊരു എക്സസൈസ് പോലെയാണ്. നിങ്ങൾ എത്രത്തോളം ചെറിയ കാര്യങ്ങൾ വ്യക്തമായി കാണാൻ പരിശീലിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വിഷ്വലൈസേഷൻ മനസ്സിൽ ശക്തമാകും. പിന്നീട് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ, അതൊരു പുതിയ വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലെ ഉയർച്ചയോ എന്തോ ആകട്ടെ, അത് വ്യക്തമായി കാണാൻ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഈ രീതി പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതം എപ്പോഴും ആശങ്കകളും ഭയവും നിറഞ്ഞ ഒന്നായിരിക്കും. എന്നാൽ ഈ സിൽവ മെത്തേഡ് ശീലമാക്കുമ്പോൾ നിങ്ങൾ ലോകത്തെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറുന്നു. നിങ്ങൾ സാഹചര്യങ്ങളുടെ ഇരയല്ല, മറിച്ച് സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്ന വ്യക്തിയായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വെറുമൊരു യാദൃച്ഛികതയല്ല, അത് നമ്മുടെ ആന്തരിക ലോകത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങളുടെ ഉള്ളിലെ സ്ക്രീനിൽ നിങ്ങൾ വിജയം മാത്രം കാണാൻ തുടങ്ങുമ്പോൾ പുറം ലോകം അതിനനുസരിച്ച് മാറാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ശരിയായ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഇവിടെ തെറ്റായ കുറച്ച് ധാരണകളുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, ഇത് വെറും പകൽ സ്വപ്നം കാണലല്ലേ എന്ന്. പകൽ സ്വപ്നം കാണുമ്പോൾ നമ്മൾ അതിൽ വിശ്വസിക്കുന്നില്ല, നമ്മൾ വെറുതെ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സിൽവ മെത്തേഡിൽ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പരിശീലിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, മറ്റൊരു തെറ്റിദ്ധാരണ കൂടിയുണ്ട്. ഞാൻ വിഷ്വലൈസ് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇത് വലിയൊരു തെറ്റാണ്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങും. ആ വഴിയിലൂടെ നടക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതായത് വിഷ്വലൈസേഷൻ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ നീക്കിത്തരുന്നു, എന്നാൽ നടക്കേണ്ടത് നിങ്ങളാണ്. ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ ഇത് ചെയ്താൽ മതി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ വിഷ്വലൈസേഷൻ സ്കിൽ മെച്ചപ്പെടും. ഇനി എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഇന്നലെ വരെ നിങ്ങൾ എവിടെയായിരുന്നു എന്നത് സാരമില്ല. പരാജയപ്പെട്ടോ തളർന്നു പോയോ എന്നതും വിഷയമല്ല. ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മനസ്സ് ഒരു വലിയ അത്ഭുതമാണ്.
അതിനെ ശരിയായി ഉപയോഗിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഓർക്കുക, നിങ്ങൾ കാണുന്ന ലോകമല്ല സത്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ലോകമാണ് സത്യം. നിങ്ങളുടെ മെന്റൽ സ്ക്രീനിൽ വിജയം മാത്രം കാണുക. പതുക്കെ പതുക്കെ ആ വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ കാര്യം താഴെ കമന്റ് ചെയ്യുക. അത് നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം കമന്റ് ചെയ്യാൻ. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്